പണിമുടക്കിന്റെ മറവിൽ സമരാനുകൂലികളുടെ ഗുണ്ടായിസം. കുമളി ഇറിഗേഷൻ ഓഫീസിലെ പ്രൊബേഷൻ ജീവനക്കാരൻ വിഷ്ണുവിനെ ക്രൂരമായി തല്ലിച്ചതച്ചു. വിഷ്ണുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPM CITU പ്രവർത്തകരാണ് മർദ്ദിച്ചത്. സ്ഥാപനം അടപ്പിക്കാനെത്തിയപ്പോഴായിരുന്നു മർദ്ദനം. ദൃശ്യങ്ങൾ ജനം TVക്ക് ലഭിച്ചു. സുബിൻ തോമസ് ചേരുന്നു വിവരങ്ങളുമായി. സുബിൻ, പറയൂ. ഇന്ന് 12 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ പണിമുടക്ക് അനുകൂലികൾ കുമളിയിലെ ഇറിഗേഷൻ ഓഫീസിലേക്ക് എത്തുന്നത്. ഇത്തരത്തിൽ ഓഫീസിലെത്തുകയും ഈ ഒരു ജീവനക്കാരനായിട്ടുള്ള പ്രൊബേഷൻ ജീവനക്കാരനായിട്ടുള്ള വിഷ്ണുവിനെ മർദ്ദിക്കുകയുമായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് വിഷ്ണു പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ ഓഫീസ് തുറക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ജീവനക്കാരെത്തുകയും ഓഫീസ് തുറക്കുകയും ചെയ്തു. ഈ ഓഫീസ് തുറന്നതിന് പിന്നാലെ തന്നെ ഈ CPM CITU പ്രവർത്തകർ ഓഫീസിലെത്തുകയും ഓഫീസ് അടയ്ക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ ഉന്നത അധികാരിയുടെ ഒരു അറിയിപ്പില്ലാതെ ഓഫീസ് അടയ്ക്കാൻ കഴിയില്ല എന്നാണ് ഈ ജീവനക്കാരനായ വിഷ്ണു ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. എന്നാൽ ജീവനക്കാരുടെ ഈ വാദം ഈ ഒരു പണിമുടക്ക് അനുകൂലികൾ തള്ളുകയും ഈ ഓഫീസ് അടയ്ക്കണമെന്നൊരു കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു. എന്നാൽ അടയ്ക്കില്ല എന്ന് ജീവനക്കാർ പറഞ്ഞതോടുകൂടി ഇവർ പ്രകോപിതരായി അവിടെ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു. ശേഷമാണ് കൂടുതൽ ആളുകളെയും കൂട്ടി ഇവർ ഓഫീസിലേക്ക് എത്തുന്നത്. അപ്പോഴേക്കും ഈ ജീവനക്കാർ ഉന്നതാധികാരികളെ വിളിക്കുകയും ഓഫീസ് അടയ്ക്കാൻ അവർക്ക് നിർദ്ദേശം ലഭിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഓഫീസ് അടയ്ക്കുന്ന സമയത്ത് ഇവർ ഈ ഒരു പണിമുടക്ക് അനുകൂലികളായിട്ടുള്ള CPM CITU പ്രവർത്തകർ അവിടെ എത്തുകയായിരുന്നു. ഉടനെ തന്നെ വന്നതിന് പിന്നാലെ തന്നെ വിഷ്ണുവിനെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ക്രൂരമായ മർദ്ദനം, നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടതാണ്. ക്രൂരമായ മർദ്ദനം അയാൾ കേൾക്കേണ്ടി വന്നു. മുഖത്ത് ആഞ്ഞടിക്കുന്നതെല്ലാം തന്നെ ആ ദൃശ്യങ്ങളിൽ കാണാം. കുമളിയിലെ പ്രമുഖ നേതാക്കളാണ് ഈ ഒരു ആക്രമണം അഴിച്ചുവിട്ടത് അല്ലെങ്കിൽ ആക്രമണം നടത്തിയത് എന്നുള്ളത് വസ്തുതയാണ്. രാവിലെ മുതൽ തന്നെ കുമളിയിൽ ഈ പണിമുടക്ക് അനുകൂലികളായ CPM CITU പ്രവർത്തകർ വലിയ രീതിയിൽ വാഹനങ്ങൾ തടയുകയും വലിയ രീതിയിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തിരുന്നു. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ, കുമളിയിൽ തുറന്ന വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അടപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കുമളിക്ക് പുറമെ പീരുമേട്, അതുപോലെ തന്നെ കട്ടപ്പന ഉൾപ്പെടെയുള്ള മേഖലകളിലും ഇത്തരത്തിൽ സമരാനുകൂലികൾ അക്രമം അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. പീരുമേട്ടിൽ മാടസ്വാമി എന്നു പേരുള്ള ഒരു തപാൽ വകുപ്പ് ജീവനക്കാരനെ കയ്യേറ്റം ചെയ്ത സാഹചര്യമുണ്ടായി. കൂടാതെ കട്ടപ്പനയിലെ സർക്കാർ സ്ഥാപനങ്ങളിലും ഈ സമരക്കാരെത്തുകയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കുമളിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നിലവിൽ വിഷ്ണു കുമളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. പോലീസ് നിലവിൽ സ്ഥലത്തെത്തി കേസെടുക്കുന്ന നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. സുബിൻ, ഈ കുമളി ഇറിഗേഷൻ ഓഫീസിലെ പ്രൊബേഷൻ ജീവനക്കാരനായ വിഷ്ണുവിനാണല്ലോ ക്രൂരമായ രീതിയിൽ മർദ്ദനമേൽക്കേണ്ടി വന്നത്. നമുക്കറിയാം, പ്രൊബേഷൻ ജീവനക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം പോലും അവധിയിൽ പ്രവേശിക്കാതെ ജോലി ചെയ്യണം എന്നുള്ള താല്പര്യത്തോടു കൂടി എത്തിയതാണ്. അവിടെയാണ് ഇത്ര ക്രൂരമായ രീതിയിൽ ഈ മർദ്ദനം തന്നെ അഴിച്ചുവിടുന്നത് ഈ സമരാനുകൂലികൾ, അല്ലേ? അല്ലാതെ പറഞ്ഞ് മനസ്സിലാക്കി ആ ഓഫീസ് തുറക്കാതിരിക്കാനുള്ള നടപടികളിലേക്കല്ല, ഗുണ്ടായുസത്തിലേക്ക് തന്നെയാണ് ഇവർ ആദ്യമേ നയിക്കുന്നത്. മറ്റ് സമരാനുകൂലികളും എല്ലാവരും കൂടി ചേർന്നുകൊണ്ടല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ തന്നെ ഈ ഒരു വന്ന പ്രവർത്തകർക്ക്, ഈ CPM CITU പ്രവർത്തകർക്ക് ഒരു ഭീഷണിയുടെ സ്വരമായിരുന്നു എന്നുള്ളതാണ് വിഷ്ണു പറഞ്ഞത്. തീർച്ചയായും അല്ലെങ്കിൽ ഒരു സമയം ഒട്ടും കളയാനില്ലാതെ തന്നെ ഈ ഒരു ഓഫീസ് അടച്ചുപൂട്ടണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയത്. ഇതിന് വഴങ്ങാതെ വന്നതോടുകൂടിയാണ് കൂടുതൽ പ്രവർത്തകരെ വിളിക്കുന്നതിനായി ഇവർ പോയത്. ഈ ഉന്നതാധികാരിയുടെ ഒരു അനുമതി ഇല്ലാതെ ഇത്തരത്തിൽ ഓഫീസ് പൂട്ടാനാവില്ല എന്നാണ് വിഷ്ണു ഈ വന്ന പ്രവർത്തകരെ പറഞ്ഞ് ധരിപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരുന്നത്. പക്ഷേ അവർ അത് കേൾക്കാൻ പോലും കൂട്ടാക്കാതെയാണ് ഇത്തരത്തിൽ കൂടുതൽ ആളുകളെ വിളിച്ചുകൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായത്. വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കുമളിയിലെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ ഈ ഓഫീസ് പൂട്ടാൻ എത്തുന്നത്, ഓഫീസ് അടപ്പിക്കാനായി എത്തുന്നത്. അതിനു മുമ്പേ തന്നെ ഇവർ ഓഫീസ് അടച്ച് പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ ആദ്യം വന്നപ്പോൾ ഇയാളാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, ഇയാളാണ് ഓഫീസ് അടയ്ക്കാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ ഓഫീസ് അടയ്ക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാടെടുത്ത ഉദ്യോഗസ്ഥൻ ഈ പ്രൊബേഷനിലുള്ള വിഷ്ണുവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ആക്രമണം അഴിച്ചുവിടുന്നത്. ഒരു തരത്തിലും ഈ സർക്കാർ ജീവനക്കാർക്ക് ഇന്ന ദിവസം ജോലി ചെയ്യാനുള്ള ഒരു ക്രമീകരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം കുമളിയിൽ ഒരുക്കിയിട്ടില്ല. അല്ലെങ്കിൽ അതിനുള്ള ഒരു സമരം എന്തിനാണ് അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു പ്രതിഷേധം നടത്തുന്നത്, പണിമുടക്ക് എന്തിനാണ് എന്ന് പോലും പറഞ്ഞ് മനസ്സിലാക്കാതെ ഇത്തരത്തിൽ ഈ ജീവനക്കാർക്ക് നേരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു നിലയിലേക്കാണ് എന്തായാലും ഈ ഒരു പണിമുടക്ക് ഇടുക്കി ജില്ലയിൽ ഈ അടുത്ത മണിക്കൂറുകളിൽ പോയത്.
ശരി സുബിൻ, പണിമുടക്കിന്റെ മറവിൽ സമരാനുകൂലികളുടെ ഗുണ്ടായിസം. കുമിളി ഇറിഗേഷൻ ഓഫീസിലെ പ്രൊബേഷൻ ജീവനക്കാരൻ വിഷ്ണുവിനെ ക്രൂരമായി തല്ലിച്ചതച്ചു. വിഷ്ണുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPM CITU പ്രവർത്തകരാണ് മർദ്ദിച്ചത്. സ്ഥാപനം അടപ്പിക്കാനെത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള ക്രൂര മർദ്ദനം ഇവർ നടത്തിയത്. അതിന്റെ ദൃശ്യങ്ങൾ ജനം TVക്ക് ലഭിക്കുകയുണ്ടായി. ഏകദേശം 15ഓളം വരുന്ന സംഘമാണ്. CPM CITU ഗുണ്ടകളാണ് ഇത്തരത്തിൽ കുമിളി ഇറിഗേഷൻ ഓഫീസിലെ പ്രൊബേഷൻ ജീവനക്കാരനായ വിഷ്ണുവിനെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.